IPL ഒക്കെ കഴിഞ്ഞിട്ടേ സീരീസ് ഓടി മാച്ച് ഒക്കെ നമ്മൾ കണ്ടാണ്. അപ്പൊ അതിൽ അത്യാവശ്യം നമ്മൾ ഒരു ഉയർച്ചയും താഴ്ചയുള്ള പെർഫോമൻസ് ഒക്കെ നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അൾട്ടിമേറ്റ്ലി അവസാനം നമ്മൾ ഇന്ത്യ തന്നെ ആ ഒരു സീരീസ് ജയിച്ചു കറണ്ടുമായിട്ട്. ആ ഒരു സീരീസിന് ശേഷം നമ്മൾ അത്രയും എക്സ്പെക്ട് ചെയ്യും, നമ്മൾ അത്രയും പ്രതീക്ഷകളോടെ കാത്തിരുന്ന ഒരു സീരീസ് ആണ് ശരിക്കും ഇന്ത്യ വേഴ്സസ് അയർലാൻഡ്. അതും അയർലാൻഡിൽ വെച്ചിട്ടുള്ള ഒരു മാച്ച്. 2 T20 മാച്ച് മാത്രമേ ഉള്ളൂ. ആൻഡ് അതിന്റെ ഇടയിൽ നമ്മളെ ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ ODI മാച്ച് ഉണ്ടായിരുന്നു, അത് നമ്മൾ ജയിച്ചു. 3 തൂത്തുവാരി ആ ഒരു സീരീസ്. അതുകൂടാണ്ട് ടെസ്റ്റ് മാച്ചും ജയിച്ചു. അങ്ങനെ ജയിച്ചിട്ട് വരുന്ന ഒരു ടീമാണ്. പക്ഷെ T20 നോക്കുന്ന സമയത്ത് നമ്മൾ സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ അടുത്തൊന്നും തോറ്റിട്ടില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. ഏതൊരു സീരീസ് ആണ്, അധികം വലിയ സീരീസ് ആണെങ്കിലും ചെറിയ സീരീസ് ആണെങ്കിലും ജയിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സംഭവമാണ്. അങ്ങനെ നമ്മൾ IPL ഒക്കെ കഴിഞ്ഞ് അത്യാവശ്യം നല്ല ടാലന്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിനൊക്കെ കൂട്ടിക്കൊണ്ട് വരുന്ന ഒരു മാച്ചും കൂടിയാണ്. ആദ്യത്തെ മാച്ച് നമ്മൾ തോറ്റു. ആദ്യത്തെ മാച്ചിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്ത് അവർ അത്യാവശ്യം നല്ല സ്കോർ എടുക്കാൻ വിട്ടു, 150 റൺസ് എന്നുള്ള രീതിയിൽ. അതുകൂടാണ്ട് നമ്മൾ സെക്കൻഡ് ബാറ്റിംഗിൽ ഇറങ്ങിയപ്പോഴും ചേസിങ്ങിന് എത്താൻ പറ്റിയില്ല, പെട്ടെന്ന് തന്നെ വീണുപോയി എന്നുള്ളൊരു സംഭവമുണ്ട്. അതിൽ നമ്മൾ അഭിഷേക് ശർമ്മ മാത്രമാണ് ഒരു 50 അടിച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ നിന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശിവൻ ഡൂബെ എൻഡിലോട്ട്, അക്ഷർ പട്ടേൽ അവരൊക്കെ ഒന്ന് പൊരുതി നോക്കി എന്ന് വേണം പറയാം. പക്ഷെ ബാക്കിയുള്ള ആർക്കും വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഫസ്റ്റ് മാച്ചിൽ കാണാൻ പറ്റിയത്. ആൻഡ് ബൗളേഴ്സിലാണെങ്കിലും നമ്മൾ ഹർഷദീപ് സിംഗ് അതുപോലെ ഹർഷിത് റാണയൊക്കെയാണ്. അതിൽ ഹർഷിത് റാണ അടിപൊളിയായിട്ട് ബോൾ ചെയ്ത് 3 വിക്കറ്റൊക്കെ എടുത്തിട്ട് രണ്ടാമത്തെ മാച്ചിലോട്ട് വരുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. നമ്മുടെ തിലക് വർമ്മ, ശിവൻ ഡൂബെ എനിക്കൊന്ന് കുറച്ച് കുഴപ്പമില്ലാണ്ട്, പക്ഷെ തിലക് വർമ്മ ഒരു 50 ഒക്കെ അടിച്ച് ആ ഒരു രീതിയിൽ, അതായത് വേറൊരു ബാറ്റ്സ്മാൻമാരോ അല്ലെങ്കിൽ ബൗളേഴ്സോ വലിയ രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നില്ല. ആൻഡ് ഫസ്റ്റ് T20 കളിച്ചിട്ടുള്ള നമ്മുടെ പ്രിൻസ് യാദവിന് 3 വിക്കറ്റ് കിട്ടുകയും ചെയ്തു. ആൻഡ് ഇന്നലെയും ബാക്കിയുള്ള 1-2 ബൗളേഴ്സ് ഒഴിച്ചു നിർത്തിക്കാൻ അക്ഷർ പട്ടേലിനൊക്കെ വിക്കറ്റ് ഉണ്ട്. അപ്പം ഇവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ആർക്കും ആ ഒരു മണ്ണിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഞ്ജു സാംസൺ ആണെങ്കിലും ഇഷാൻ കിഷൻ ആണെങ്കിലും ശ്രേയസ് അയ്യർ ആണെങ്കിലും അവർക്കൊന്നും ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റേഞ്ച് ഉണ്ടല്ലോ, ആ റേഞ്ചിലോട്ട് എത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു സീരീസ് 2ഉം തോറ്റത് ശരിക്കും. അതായത് 2 സീരീസ് അല്ല, സീരീസിലെ 2 മാച്ചും തോറ്റത്. ആൻഡ് അവരുടെ നല്ല ബൗളിംഗ് അറ്റാക്കാണ്, പ്രത്യേകിച്ച് നമ്മുടെ മൂൺട്ര എന്ന് പറഞ്ഞൊരു ബൗളർ, പിന്നെ അതുപോലെ തന്നെ മാത്യു ഹോൾഡർ, കിടിലൻ ബൗളറായിരുന്നു. മാത്യു ഹോൾഡറിന് 2 മാച്ചിലും 3 വിക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. മൂൺട്രക്കും ഫസ്റ്റ് മാച്ചിൽ 2 ഉണ്ടെങ്കിൽ രണ്ടാമത്തെ മാച്ചിൽ 3, അങ്ങനെ എന്തോ. അതായത് ഭയങ്കരമായിട്ട് അവര് നല്ല ബൗളിംഗ് ടീമും കൂടിയാണ് ശരിക്കും. അയർലാൻഡ് പണ്ടും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചില വേൾഡ് കപ്പ് മാച്ചസ് ഒക്കെ വരുന്ന സമയത്ത് അട്ടിമറികളൊക്കെ ഉണ്ടാക്കാറുണ്ട്. നല്ല ടീം തന്നെയാണ്, ഞാൻ ഒരു സമയത്തൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അവരെ കുറിച്ചിട്ട്. പക്ഷെ പിന്നീട് ഒന്ന് ക്ഷയിച്ചു പോയി. ഇപ്പൊ എഗെയിൻ ഒരു നല്ല കംബാക്ക് ആണോ, അല്ലെങ്കിൽ അവരുടെ മണ്ണിൽ അവർ കളിച്ചതുകൊണ്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നാണോ എന്നറിയില്ല. പക്ഷെ എന്തായാലും നല്ലൊരു കളിയാണ്. പ്രത്യേകിച്ച് ടക്കർ എന്ന് പറഞ്ഞ പ്ലെയറിനൊക്കെ ഈ വേൾഡ് കപ്പ് സമയത്ത്, T20 വേൾഡ് കപ്പിന്റെ സമയത്തൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളും ഈ ഒരു മാച്ചിൽ, ഈ മാച്ചിലല്ല ഫസ്റ്റ് മാച്ചിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് ശരിക്കും നമ്മുടെ ഇന്ത്യക്ക് സംഭവിച്ചത്?